എന്തൊക്കെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് എവിടെയൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, ലിവിംഗ് റെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എപ്പോഴാണ് നമ്മൾ ഈ വീടിന്റെ ഇന്റീരിയർ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ നമ്മൾ തുടങ്ങണം എന്നുള്ളത്. പക്ഷേ യൂഷ്വലി നമുക്കൊരു ഇന്റീരിയറിന്റെ എൻക്വയറി യൂഷ്വലി വരാറുള്ള ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജാണ്. പ്ലാസ്റ്ററിങ് ആ ഒരു പീരീഡിലേക്ക് എത്തുമ്പോൾ, അതായത് ഫസ്റ്റ് ഫ്ലോറിന്റെ വാർപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിന്റെ വാർപ്പൊക്കെ കഴിഞ്ഞ് ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ആ ഒരു പ്രൊജക്ട് യൂഷ്വലി എൻക്വയറി ആയിട്ട് വരാറുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനോട് പറയുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്. ബിക്കോസ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു, ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് നമുക്കിപ്പോൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് വർക്കുകൾ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇലക്ട്രിക്കൽ. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ വീടിന്റെ ഇലക്ട്രിക്കലിന്റെ സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ടാവുക നമ്മുടെ മെയിൻ സ്ലാബ് വാർക്കുന്ന ഒരു ടൈമിലായിരിക്കും. നമ്മൾ സ്ലാബിന്റെ ഉള്ളിൽ കൂടി പോകുന്ന കൺസീൽഡ് പൈപ്പിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ആ ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ വർക്കിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എവിടൊക്കെ എന്തൊക്കെ ഫർണിച്ചേഴ്സ് ആണ് വരുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ എവിടെയാണ് നമ്മൾ സോഫ പ്ലേസ് ചെയ്യുന്നത്, എവിടെയാണ് പ്രയർ യൂണിറ്റ് വരുന്നത്, പാർട്ടീഷൻ വാൾ ചെയ്യുന്നുണ്ടോ, കിച്ചണിലേക്ക് വരുമ്പോൾ എവിടേക്കാണ് ബേസ് ക്യാബിനറ്റ്, ടോൾ യൂണിറ്റ് ചെയ്യുന്നുണ്ടോ, ബെഡ്റൂമിൽ ബെഡ് വാളിന്റെ പ്ലേസ്മെന്റ്സ് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യുക. ദെൻ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പോയിന്റ്സ് കൊടുക്കുക. ഫോൾ സീലിംഗ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഫോൾ സീലിംഗിന് വേണ്ട ഇലക്ട്രിക്കൽ പോയിന്റ്സ് വലിക്കാനുള്ള, അതായത് ഇലക്ട്രിക്കൽ കണ്ട്യൂട്ട് പൈപ്പിംഗ് വലിക്കാനുള്ള രീതിയിൽ ഇലക്ട്രിക്കൽ പോയിന്റ്സ് ചെയ്യാവുന്നതാണ്. ദെൻ ഇപ്പൊ നിങ്ങൾ ഫോൾ സീലിംഗ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കറന്റ് പണ്ടത്തെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ 2 ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഓപ്പോസിറ്റ് വാളുകളിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ റൂമില് സീലിംഗില് പോയിന്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. ആസ് വെൽ ആസ് വീടിന്റെ ഒരു ആംബിയൻസിനെ ഏറ്റവും നന്നായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ ഐറ്റമാണ് നമുക്ക് ഈ ഒരു റൂമിൽ 4 പോയിന്റ്സ് അറ്റ്ലീസ്റ്റ് വരുന്ന രീതിയിൽ ഇലക്ട്രിക്കൽ പോയിന്റ്സ് പ്ലാൻ ചെയ്യാന്നുള്ളത്. സോ നമ്മൾ 1-2 പോയിന്റ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട്. ബെഡ്റൂമുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ബെഡ് സൈഡ് വരുന്ന വാള് ഏതാണെന്ന് ആദ്യം ഫൈനലൈസ് ചെയ്യണം. ആ ഒരു വാളിൽ ബെഡ് വരുന്ന ഐദർ സൈഡ് നമുക്ക് സ്വിച്ച് ബോക്സസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വിച്ച് ബോക്സ് കൊടുക്കുന്നത് 8 മൊഡ്യൂളെങ്കിലും മിനിമം കൊടുക്കുക. 2 സൈഡിലും സോക്കറ്റ്സ് വരുന്ന രീതിയിൽ കൊടുക്കുക. ഫാൻ കറന്റ് ഇപ്പൊ എല്ലാവരും BLDC യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ റെഗുലേറ്റർ വേണ്ടി വരില്ല. എക്സ്ട്രാ സ്വിച്ച് പോയിന്റ്സ് ഉണ്ടാവും 8 മൊഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ. സ്റ്റിൽ അതിൽ ഡമ്മി കൊടുക്കുക. അപ്പൊ നാളെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ റിക്വയർമെന്റ് വരികയാണ്, ഫോൾ സീലിംഗ് ചെയ്യാണ്, ബെഡ് വാൾസ് ഹൈലൈറ്റ് ചെയ്യാണ്, ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സ്വിച്ചിന്റെ പ്രൊവിഷൻ ഉണ്ട്. എക്സ്ട്രാ വെട്ടിപ്പൊളിച്ചൊരു സ്വിച്ച് ബോക്സ് എടുക്കേണ്ട കാര്യമില്ല. ഇന്റീരിയർ ചെയ്യുന്ന സമയത്താണെങ്കിലും ഓൾറെഡി നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ പോയിന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ദെൻ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കിച്ചണിൽ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വാൾ ക്യാബിനറ്റ്സ് വരുമ്പോൾ വാൾ ക്യാബിനറ്റ്സിന് വേണ്ട ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഉണ്ട്. അതായത് നമ്മൾ വാൾ ക്യാബിനറ്റ്സിന്റെ ഇടയിൽ LED പോയിന്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോർണറിൽ ലിൻഡൽ ഹൈറ്റിൽ ഒരു കോർണറിൽ ഏതൊക്കെ കോർണർ വരുന്നുണ്ട് ആ കോർണറിലൊക്കെ നമുക്ക് എവിടേക്കാണ് പ്ലാൻ ചെയ്യേണ്ടത് ഏകദേശം ആ പോയിന്റ്സിൽ ഒരു ഇലക്ട്രിക്കൽ പോയിന്റുള്ള പൈപ്പിംഗ് ചെയ്തിട്ടാൽ നന്നായിരിക്കും. അതുപോലെ ചിമ്മിനി, അതുപോലെ തന്നെ ഹുഡും ഹോബും വരുന്ന ലൊക്കേഷൻ, അവിടെ 2 സ്ഥലത്തും നമുക്ക് സോക്കറ്റ് പ്രൊവിഷൻസ് കൊടുക്കാം. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നില്ല, നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും നമുക്ക് ആ സ്വിച്ച് ബോക്സ് യൂസ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിമ്മിനി വരുന്ന ഭാഗത്ത് സോക്കറ്റ് ഉണ്ട് നാളെ എപ്പോഴെങ്കിലും ഫിറ്റ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഹോബ് കൊടുക്കുന്ന സ്ഥലത്താണെങ്കിലും അവിടെയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദെൻ ഫ്രിഡ്ജ് വരുന്ന ഭാഗം, ഫ്രിഡ്ജ് ഇപ്പോൾ നമ്മളെ സാധാരണ യൂഷ്വലി ഇപ്പോൾ ആളുകൾ കൺസീൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഇന്റീരിയർ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് വരുന്നതിന്റെ ബാക്കിൽ സോക്കറ്റ് മാത്രം കൊടുക്കുക. അല്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഈസിലി ആക്സസിബിൾ ആയ സ്ഥലത്ത് കിച്ചന്റെ കൺട്രോൾ കൊടുക്കുക. ദെൻ ഓവൻ, അതുപോലെയുള്ള മറ്റ് അപ്ലയൻസസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് എവിടെയാണെന്ന് ഇനീഷ്യലി ഐഡന്റിഫൈ ചെയ്യുക. ഒരു ഇന്റീരിയർ പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യേണ്ട റിക്വയർമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്തതിന് ശേഷം ആ പോയിന്റുകളും ഈ ഒരു സ്റ്റേജിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങളൊരു ഇന്റീരിയർ പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇലക്ട്രിക്കൽ പ്ലാൻ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും റൂമിന്റെ ലേ ഔട്ട്, ഏതൊക്കെ റൂമുകളാണ്, അവിടെ എന്തൊക്കെ ഫർണിച്ചേഴ്സ് വരുന്നുണ്ട്, എന്തൊക്കെ ഫിക്സഡ് ഐറ്റംസ് വരുന്നുണ്ട്, എന്തൊക്കെ ഇന്റീരിയർ ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ ഫൈനലൈസ് ചെയ്യുക. അതിനനുസരിച്ച് ഇലക്ട്രിക്കൽ ആദ്യം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്റീരിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ്.